ഇത് നമ്മൾ വരയ്ക്കുന്നതിന് മുൻപ് തൊട്ടടുത്ത മലയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് നമ്മൾ വരച്ചതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ്. ഇത് വരച്ചു കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. പുറമേ നമ്മൾ കണ്ട മഞ്ഞും ഐസും എല്ലാം വെള്ളമായി മാറിക്കഴിഞ്ഞു. ഇതിന് മുകളിൽ നിന്നാണ് നമ്മൾ ഈ 70 അടിയുള്ള ചിത്രം വരച്ചത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഐസും കട്ടയിലും പെയിന്റ് അടിച്ചു. ഇതിന്റെ വീഡിയോ പുറത്തിറങ്ങിയപ്പോൾ മുതൽ ഒരുപാട് പേർക്കുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടിയും ഒപ്പം ഞങ്ങൾക്ക് അന്നുണ്ടായ അനുഭവങ്ങൾ കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഈ വീഡിയോ കാണാൻ അഭ്യർത്ഥിക്കുന്നു. 2 മലകൾക്ക് നടുവിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ചിത്രം ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തത്. വെള്ളത്തിന് മുകളിൽ നിന്ന് വെള്ളം ഐസായി മാറിയ ഗ്രൗണ്ട് പോലെ തോന്നിപ്പിക്കുന്ന വിധമാണ് വീഡിയോയിൽ നമ്മൾ ഇത് കാണുന്നത്. ഒരു സ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളമോ ഒഴുകുന്ന വെള്ളമോ ആണെങ്കിൽ -20°C കാലാവസ്ഥയിൽ മുകളിലുള്ള വെള്ളം ആദ്യം ഐസായി മാറും. ഏകദേശം 5 അടി അല്ലെങ്കിൽ 1.5 മീറ്റർ കനം വരെ ഐസ് രൂപപ്പെടാം. അടിയിൽ വെള്ളം ഒഴുകുന്ന സ്ഥലമാണെങ്കിൽ മുഴുവനായിട്ട് കട്ടയാവില്ല. മുകളിൽ അന്തരീക്ഷത്തിന്റെ താപനില അനുസരിച്ച് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം. 2 മലകളുടെ നടുവിലായി വരുന്ന ഭാഗമാണ് സാധാരണ വി ഷേപ്പിലായിരിക്കും വരിക. വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം, അതുകൊണ്ട് തന്നെ നടുവിലെ ഭാഗം വെള്ളം വളരെ കൂടുതൽ അടി താഴെയായിരിക്കും അതിന്റെ ആഴം എന്ന് പറയുന്നത്. ഇത്രയും ആഴമുള്ള വെള്ളമുള്ള മുകളിൽ ഐസ് മാത്രമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഈ ചിത്രം വരയ്ക്കുന്നത്. നടുവിലേക്ക് പോകാതെ കരയോട് ചേർന്നുള്ള ഭാഗത്ത് 20 അടിയോളം മാറിയാണ് 70 അടി സ്ഥലത്ത് മുകളിൽ വീണ് കിടക്കുന്ന മഞ്ഞുപൊടികൾ മാറ്റിയാണ് തറ പോലെ മാർബിൾ പോലെ തോന്നിക്കുന്ന ഐസിന് മുകളിൽ ഇത് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ചെല്ലുന്ന സമയം ഐസ് പല സ്ഥലങ്ങളിലും ഉരുകി വെള്ളമാകുന്ന സമയമാണ്. ഫെബ്രുവരി മാസങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. സാധാരണ ഈ സമയങ്ങളിൽ ടൂറിസ്റ്റുകൾ അധികം ഇവിടെ വരാറില്ല. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് ആളുകൾ ഇവിടെ എത്തുന്നത്. ജനുവരി മാസങ്ങളിലാണ് കൂടുതൽ മഞ്ഞു പെയ്യുന്ന സമയം, തണുപ്പ് കൂടുതലുള്ള സമയവും സൂര്യപ്രകാശം കൂടുതൽ അടിക്കുന്ന ചൂട് കൂടുന്ന സമയത്ത് ഐസ് ഉരുകുകയും ചെയ്യും. ഞങ്ങൾ അവിടെ എത്തിയ സമയം ഫെബ്രുവരി 9 മുതൽ 15 വരെയുള്ള സമയത്താണ്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയെങ്കിലും അവിടെയൊക്കെ ഐസ് ഉരുകി വെള്ളമായി കിടക്കുന്നത് കൊണ്ട് പല സ്ഥലങ്ങളും ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അവസാനമാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. റോഡ് വന്ന് അവസാനിക്കുന്നത് വലിയൊരു മലയുടെ മുകളിലാണ്. അവിടെയൊന്നും മലയിറങ്ങി സാധനങ്ങളൊക്കെ ചുമന്നു വേണം നമ്മൾ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ. ലോകത്തിലെ 2ാമത്തെ ഹിൽ ഏരിയ എന്ന് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലവും അവിടെയും നമ്മൾ പോയിരുന്നു. ഓക്സിജൻ ലെവൽ വളരെ കുറവായ ഏരിയയാണ്. പല സമയങ്ങളിലും നമുക്ക് 2 അടി നടക്കുമ്പോൾ തന്നെ കിതപ്പും നമുക്ക് അനുഭവപ്പെടും. തണുപ്പ് പല സമയങ്ങളിലും മാറി വരുന്നത് കൊണ്ട് തന്നെ ശരീരത്തിന്റെ ഊഷ്മാവിന്റെ താളം തെറ്റി 3 ജോഡി ഡ്രസ്സ് ധരിച്ചു വേണം പുറത്തിറങ്ങാൻ. ഗ്ലൗസ് പോലും മാറ്റിയാൽ ഇതാണ് അവസ്ഥ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് മണിക്കൂറുകളോളം ഐസിന് പുറത്തു നിന്ന് ഇത്രയും വലിയ ചിത്രം ചെയ്യുന്നത്. പോലീസിന്റെയും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെയും ഒക്കെ പ്രത്യേക പെർമിഷൻ എടുക്കുകയും ആർമിയുടെ സപ്പോർട്ടോടും കൂടിയാണ് ഈ സ്ഥലത്ത് നമ്മൾ ഈ ചിത്രം ചെയ്യാൻ ഒരുങ്ങിയത്. നമ്മൾ തുടങ്ങിയ അന്ന് മുതൽ ചിത്രം ചെയ്ത് കഴിയും വരെ ഒരു പട്ടാളക്കാരൻ, ബിബിൻ എന്ന് പറയുന്ന പാലക്കാട്ടുകാരൻ, നമുക്ക് നിർദ്ദേശങ്ങൾ തരാനും സഹായിക്കാനും ഒക്കെ കൂടെ ഉണ്ടായത് ഈ യാത്രയുടെ ഈ ചിത്രം ചെയ്യാൻ കഴിഞ്ഞതിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിട്ട് കരുതി. -12 തണുപ്പുള്ള സമയത്ത് ഇത്രയും റിസ്ക് ആയ ഒരു പ്രദേശത്ത് ഐസിന് മുകളിൽ ചെയ്ത ചിത്രമാണെന്ന് പലർക്കും അറിയില്ല. വെള്ളം കെട്ടി നിന്ന ഗ്രൗണ്ടിലാണെന്നാണ് പലരും കരുതിയിട്ടുള്ളത്. മാത്രമല്ല, സിമന്റ് ഇട്ട ഒരു പ്രദേശത്ത് മഞ്ഞു മാറ്റിയാണ് അത് ചെയ്തതെന്നും പറഞ്ഞവരുണ്ട്. മറ്റൊരു കാര്യം, ആചാര്യ എങ്ങനെയാണ് തണുപ്പിൽ മേൽവസ്ത്രമില്ലാതെ നിൽക്കുന്നു എന്ന് ചോദിച്ചവരുമുണ്ട്. അദ്ദേഹം തന്നെ അതിന് മറുപടി പറയുന്നുണ്ട്. അത് ആളുകൾക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അതായത് നമ്മൾ 100% ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ, എത്ര ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ ഏത് കാര്യങ്ങളും നമുക്ക് സാധിക്കാമെന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് അദ്ദേഹം. മഞ്ഞു പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഷർട്ടൂരി ഡാൻസ് ചെയ്യുന്നവരുടെയും മഞ്ഞിൽ കടന്ന് ഉരുളുന്നവരുടെയും വീഡിയോകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് ഐസുകട്ടയിൽ പെയിന്റ് ചെയ്യാമെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചു നേരം പരിശ്രമിച്ചാൽ മേൽവസ്ത്രമില്ലാതെയും നിൽക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. ഒരുപാട് സമയമല്ല, ഷൂട്ട് ചെയ്ത കുറഞ്ഞ സമയം മാത്രമാണ് അദ്ദേഹം അങ്ങനെ നിന്നത്. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം അദ്ദേഹം അവിടെ പാലിക്കേണ്ട ഫുൾ സെറ്റപ്പിലായിരുന്നു എന്നുള്ളത് ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇനി നമ്മൾ പോകുന്നത് അതിലുപയോഗിച്ച പെയിന്റിനെ കുറിച്ചാണ്. കളർ പൗഡറുകളും റേ ബോട്ടിലും ഇനാമൽ പെയിന്റും എമൽഷൻ പെയിന്റുകളുമൊക്കെയാണ് ആദ്യം നമ്മൾ പരീക്ഷിച്ച് നോക്കിയതെങ്കിലും തണുത്ത കാലാവസ്ഥയിൽ കലരാതെ നിന്നത് എമൽഷൻ സ്റ്റൈനർ മിക്സ് ആയിട്ടുള്ള പെയിന്റ് ആണ്. നമ്മൾ വീടിന് ഭിത്തിക്കൊക്കെ അടിക്കുന്ന പെയിന്റ് ആണ് ഈ എമൽഷൻ എന്ന് പറയുന്നത്. ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പെയിന്റിനേക്കാളും വെള്ളവുമായി കുറച്ച് കണക്റ്റിംഗ് ആയിട്ടുള്ളതും ഈ എമൽഷൻ തന്നെയാണ്. അവിടുത്തെ തണുത്ത കാലാവസ്ഥയിൽ തന്നെ അത് അല്പം കട്ടിയായി തന്നെ ഇരിക്കും. വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ പേസ്റ്റ് രൂപത്തിൽ അടിച്ചതുകൊണ്ട് മാത്രമാണ് മണിക്കൂറുകളോളം ഐസിന് മുകളിൽ നിന്നത്. പക്ഷേ വെയിലിന്റെ ചൂട് വരുന്ന സമയം
ഐസ് ഉരുകാൻ തുടങ്ങും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജനുവരി മാസത്തെ സമയത്താണെങ്കിൽ ഫുൾ തണുപ്പ് കാലാവസ്ഥയിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഇത് നിൽക്കാം. അന്തരീക്ഷത്തിന്റെ താപനിലയാണ് ഇതിന്റെ മാനദണ്ഡം എന്നുള്ളത് പ്രധാനമാണ്. മുൻപ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ഗാന്ധിജിയുടെ 152 അടി വലുപ്പത്തിൽ 1,00,000 ബലൂണുകൾ ഉപയോഗിച്ച് 152 അടി റൗണ്ടിൽ ഒരു ചിത്രം ചെയ്തിരുന്നു. അതും ഇതുപോലെ സമയത്തിനും താപനിലയ്ക്കും അനുസൃതമായി ചെയ്തൊരു വർക്കായിരുന്നു. വെയിൽ വന്നാൽ ബലൂൺ പൊട്ടാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ തലേ ദിവസം 4 മണിക്ക് ശേഷം രാത്രി മുഴുവനായിട്ട് ഒരുപാട് ആളുകളുടെ സഹായത്തോടെ ബലൂൺ ഉറക്കമളച്ച് കെട്ടുകയും പിന്നീട് രാവിലെ 8 മണിയോടെ ചിത്രം പൂർത്തീകരിച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുകയാണ് ചെയ്തത്. 9 മണിയോടെ വെയിൽ കനത്ത് തുടങ്ങിയപ്പോൾ ബലൂൺ പൊട്ടാൻ തുടങ്ങി. ഇത് പറയാൻ കാരണം അന്തരീക്ഷത്തിന്റെ താപനില തന്നെയാണ് ഐസിനെയും ഉരുക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഓപ്പൺ സ്പേസിൽ ഐസ് ഉരുകുന്നത് എല്ലാവർക്കും അറിയാം. ഐസ് ഉരുകാതെ ഇരിക്കുന്ന പ്രദേശത്ത് പെയിന്റ് നിൽക്കും എന്നതിന്റെ തെളിവാണ് 6 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ചിത്രം ചെയ്യാൻ കഴിഞ്ഞത്. തലേ ദിവസം വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ സ്കെച്ച് ചെയ്യുകയും തലയുടെ കുറച്ച് ഭാഗം കൂടി നമുക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു. രാത്രിയാകും തോറും തണുപ്പ് കൂടും. കാരണം -20 വരെ പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് വന്ന് 7 മണിക്കാണ് വർക്ക് തുടരുന്നത്. 11 മണിയോടെ ചിത്രം ഏകദേശം പൂർത്തിയായി. ഭാഗ്യം കൊണ്ട് ആ സമയം വരെ ഒരു കുഴപ്പവും കൂടാതെ ചിത്രം നിന്നു എന്നുള്ളതാണ്. ഐസ് കട്ടയുടെ മുകളിൽ നിന്ന് പെയിന്റ് ചെയ്യുമ്പോൾ വെള്ളമടിയിൽ ഒഴുകുന്നതിന്റെയോ അനങ്ങുന്നതിന്റെയോ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. അതുപോലെ വെയിലിന്റെ ചൂട് വരുന്ന സമയങ്ങളിൽ നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടുമുള്ള പല സ്ഥലങ്ങളിലും ഐസ് വിള്ളുന്നതിന്റെ ശബ്ദം നമ്മളെ പേടിപ്പെടുത്തുമായിരുന്നു. ആഴമുള്ള വെള്ളത്തിന് മുകളിലെ ഐസു പാളിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നൊക്കെ നല്ല ബോധ്യമുണ്ട്. പക്ഷേ റിസ്ക് എടുക്കാതെ ഇത്രയും വലിയൊരു ചിത്രം, ഇത്രയും വലിയൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ചിത്രം കോഡിങ്ങിലൊക്കെ വരയ്ക്കുന്നത് പോലെ ഐസും കട്ടയുടെ പ്രതലത്തിൽ ബ്രഷ് ഉപയോഗിച്ച് പെയിന്റ് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ പ്രോത്സാഹനവും പ്രചോദനവും പ്രാർത്ഥനയും കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. താപനില മാറി തുടങ്ങി. പല സ്ഥലങ്ങളിലും ഐസ് വെള്ളമായി തുടങ്ങി. 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നമ്മൾ ചിത്രം ചെയ്ത സ്ഥലത്തെത്തി. അവിടെയും ഐസെല്ലാം വെള്ളമായി മാറി തുടങ്ങി. കണ്ടപ്പോൾ തന്നെ പേടിയായി. കാരണം അവിടെ എവിടെയൊക്കെയായി കുറച്ച് ഐസു പാളികൾ മാത്രം മുകളിൽ കിടക്കുന്നു. ഇതിന് മുകളിൽ നിന്നാണല്ലോ നമ്മൾ നിന്നിരുന്നത് എന്നോർത്തപ്പോൾ ഉള്ളൊന്നാളി. ചിലപ്പോൾ അങ്ങനെയാണ്. ചിലത് നമ്മൾ ആത്മാർത്ഥമായ പരിശ്രമത്തോടെ കഷ്ടപ്പെട്ടാൽ പലതും നേടാൻ കഴിയും. ഒരുപാട് പേരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും സഹകരണവും പ്രോത്സാഹനവും ഒക്കെ പ്രചോദനമായി മാറിയപ്പോൾ അറിയാതെ ഞാനും ആ ശ്രമത്തിന്റെ ഭാഗമായി മാറി. മാറ്റങ്ങളുടെ കാലമാണ്, തിരുത്തലുകളുടെ കാലമാണ്. വെള്ളത്തിന് മുകളിലും വെള്ളത്തിനടിയിലും പുകയിലും കല്ലിലും മണ്ണിലും പുല്ലിലും പാടത്തും പറമ്പിലുമൊക്കെ നമുക്ക് ചിത്രം വരയ്ക്കാമെങ്കിൽ നമുക്ക് ഐസും കട്ടയിലും പെയിന്റ് അടിക്കാം. പരിശ്രമിക്കണം. കിട്ടിയ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതും ചെയ്യാം, ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണും വരെ